ആഴ്ചകൾ നീണ്ട പ്രചാരണത്തിനൊടുവിൽ, അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ ഒരു വലിയ ഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ മാറിമറിഞ്ഞ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 2 അവധി ദിവസങ്ങൾ മാത്രം. 48 മണിക്കൂർ. കേരളം ബൂത്തിലേക്ക്. കേരളം ബൂത്തിലേക്ക്. ജെ സതീഷ് കുമാർ എനിക്കൊപ്പം ചേരുന്നു. അതുപോലെ എഡിറ്റർ രാജീവ് ദേവരാജും ചേരുകയാണ്. കേരളം ബൂത്തിലേക്ക് നീങ്ങുന്ന സവിശേഷമായ സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു വിലയിരുത്തലല്ലേ നമ്മൾ ഇനി വരുന്നൊരു സമയത്ത് പ്രേക്ഷകരോട്? സതീഷ്, തീർച്ചയായും. കാരണം കേരളം ഏറെ നാളുകളായി നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ട ഒരു പ്രചാരണം അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് സജീവ പ്രചാരണം. ഞായറാഴ്ച വൈകിട്ട് ഈ പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് ബൂത്തിലേക്ക് നീങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ വിശദമായി തന്നെ മണ്ഡലങ്ങളെടുത്ത് പരിശോധിക്കുകയാണ്. ആ മണ്ഡലങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഓരോ മണ്ഡലത്തിലും ഏതെല്ലാം ഘടകങ്ങളാണ്, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ ആരാണ്, കഴിഞ്ഞ വർഷത്തെ ലീഡ് നില എന്തായിരുന്നു, ഇതെല്ലാം വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. സതീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഏതൊക്കെ ഘടകങ്ങളാണ്? അടിസ്ഥാനപരമായി കേരളം എന്ന പൊതുവികാരം രാഷ്ട്രീയമായ ഒരു വലിയ വിലയിരുത്തലിലേക്ക് പോകുന്ന ഘട്ടമാണ്. രാഷ്ട്രീയമായി കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയുടെ ഒരു തലം. മുമ്പ് സൂചിപ്പിച്ച പോലെ പ്രചരണത്തിൻ്റെ ഒരുപാട് ആഴ്ചകൾ പിന്നിട്ടുള്ള ഒരു വലിയ ഘട്ടം. അതാണ് ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയപ്പോൾ അത് ഈ 20 മണ്ഡലങ്ങളിലും പല നിലയ്ക്കാണ് ആഞ്ഞു വീശിയത് ഈ സതീഷ് പറഞ്ഞ വിഷയങ്ങളൊക്കെ. ഉറപ്പായിട്ടും നമ്മൾ ആദ്യം കണ്ടു ശബരിമല വിഷയം തൊട്ട് രാഹുൽ ഗാന്ധിയുടെ വരവ് മുതൽ BJP കോൺഗ്രസ് ബന്ധം എന്ന ആരോപണം മുതൽ ഒട്ടേറെ വിഷയങ്ങൾ, അതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും 20 മണ്ഡലങ്ങൾ, ഈ സൂചിപ്പിച്ച 20 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 2.54 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഈ വോട്ടർമാരാണ് വിധി എഴുതുന്നത്. കേരളം നല്ല പോളിംഗ് ശതമാനമുള്ള ഒരു സംസ്ഥാനം തന്നെ. സാധാരണ നിലയിൽ വലിയ തോതിൽ, പ്രത്യേകിച്ചും ഈ സാക്ഷരതയും അതെല്ലാം വലിയൊരു ഘടകമാണ്. ഈ വോട്ടിങ്ങിന്റെ കാര്യത്തിലെല്ലാം കൃത്യമായി ഒരു പോളിംഗ് ശതമാനം, ഉയർന്ന ഒരു പോളിംഗ് ശതമാനമുള്ള ഒരു സംസ്ഥാനം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പുതിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിലവിലെ കക്ഷിനില എന്നത്, MP-മാരുടെ എണ്ണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സതീഷ്, നോക്കിയാൽ UDF-നാണ് നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേധാവിത്വമുള്ളത്. അത് മറികടക്കുമെന്ന് LDF പറയുന്നുണ്ട്, നിലനിർത്തും, മുന്നോട്ട് പോകുമെന്നാണ് UDF പറയുന്നത്. ഈ 12-8 എന്നുള്ള ഒരു കണക്ക് വരുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം, മോദി തരംഗം ആഞ്ഞടിച്ച ഒരു സമയത്ത് അതിൽ ഉറച്ചു നിന്ന ഒരു സംസ്ഥാനം, കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന സംസ്ഥാനങ്ങൾ വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ. ആകെ 44 സീറ്റാണ് അന്ന് ആകെ കിട്ടിയത്. അതിൽ 44 12 സീറ്റുകൾ കേരളത്തിൽ നിന്നായിരുന്നു. UDF-ന് 12 സീറ്റുകൾ കിട്ടി, കോൺഗ്രസിന് 12 ഇല്ലായിരുന്നു എങ്കിൽ പോലും. ഈ പഴയ കണക്കുകൾ അതേപടി തുടരുമോ, അതോ പുതിയ കണക്കുകൾ രചിക്കപ്പെടുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. 12-8 അവിടേക്ക് മൂന്നാമത്തെ കക്ഷിയായി BJP NDA വരുമോ എന്നൊരു ചോദ്യം കൂടി ഉയരുകയാണ്. ഏതായാലും സതീഷ്, നമുക്ക് രാജീവിലേക്ക് കൂടി പോകാം. രാജീവ്, ഈ പൊതുചിത്രത്തിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ കണ്ട ഈ പൊതുചിത്രത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് 20 മണ്ഡലങ്ങളെ പ്രാഥമികമായി അസസ് ചെയ്യാനാവുക? ശരത്ത്, ഇപ്രാവശ്യം ഒരു പ്രവചനാതീതമായ മത്സരം പല മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തുന്ന, ശാസ്ത്രീയമായി പഠിച്ച് നടത്തുന്നവർ, അല്ലെങ്കിൽ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നവർ, ഇവരെയൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാണ് പല മണ്ഡലങ്ങളിലും മത്സരങ്ങൾ നടക്കുന്നത്. അതിൽ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകും, രാഷ്ട്രീയമായുള്ള അടിത്തറ, അതായത് UDF-ൻ്റെതായാലും LDF-ൻ്റെതായാലും NDA-യുടേതായാലുമുള്ള രാഷ്ട്രീയ അടിത്തറയുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ പൂർണ്ണമായും അവർക്ക് കിട്ടുമോ, ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ടോ, ശബരിമല പ്രശ്നം എത്രത്തോളം ഒരു നിർണായകമായ വിഷയമായി മാറും, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തോടും രാഷ്ട്രീയത്തോടുമുള്ള യോജിപ്പും വിയോജിപ്പും, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇത്തവണത്തെ ഫലത്തെ നിർണ്ണയിക്കും എന്നുള്ളതാണ് ഒരു പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം. ഇത് എങ്ങനെ സീറ്റുകളായി മാറും, UDF-ന് എത്ര, LDF-ന് എത്ര, NDA-ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എത്ര, ഇതാണ് ഏറ്റവും പ്രധാനമായി കാത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി. ഇതിനോടൊപ്പം തന്നെ പ്രാദേശികമായി മറ്റു ചില പ്രശ്നങ്ങൾ, കൊലപാതക രാഷ്ട്രീയം, അതുപോലെ തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ പ്രാദേശികമായി ചില മണ്ഡലങ്ങളെ, അല്ലെങ്കിൽ തീരദേശ വോട്ടുകൾ, ഇതൊക്കെ പല മണ്ഡലങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ പൊതുവായി ഞാൻ നേരത്തെ പറഞ്ഞ ശബരിമല പ്രശ്നം, ന്യൂനപക്ഷ വോട്ടുകൾ, ഇതൊക്കെയാണ് കേരളത്തിലെ ഫലത്തെ പ്രധാനമായും നിർണ്ണയിക്കും. ശരി രാജീവ്, രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എക്സ് ഫാക്ടർ എന്നൊരു പ്രധാനപ്പെട്ട ഘടകം, വളരെ സൂക്ഷ്മമായ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് ഓരോ മണ്ഡലത്തെയും സ്വാധീനിക്കാൻ ഇടയുള്ളത്, മണ്ഡലത്തിൻ്റെ ഏറ്റവും സമീപകാലത്തെ ചരിത്രം, ഇതൊക്കെയാണ് കേരളം ബൂത്തിലേക്ക് എന്ന ഈ വിശാലമായ പരിപാടിയിൽ നമ്മളിനി ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് സതീഷിന് പ്രേക്ഷകർ, നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന 10 മണ്ഡലങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ഇന്ന് ആകെയുള്ള 20-ൽ 10 മണ്ഡലങ്ങൾ. ആ 10 മണ്ഡലങ്ങൾ വിവിധ മേഖലകളിൽ നിന്നുള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ആദ്യം
നമ്മൾ പറയുന്നത് ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം, അതിനുശേഷം ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് വിജയം, അതിൻ്റെ ആരായിരുന്നു ജയിച്ചത്, ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥികൾ, ഈ രീതിയിലാണ് പോകുന്നത്. ആദ്യം ഏത് മണ്ഡലത്തിലേക്കാണ് പോകുന്നത്? അത് ഏറ്റവും രസകരമായ ഒരു മണ്ഡലമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ നിന്ന ഒരു ഉദ്വേഗഭരിതമായ സാഹചര്യമുണ്ട്. പോരാട്ടത്തിലും അഭിപ്രായ സർവേയും തെരഞ്ഞെടുപ്പ് രംഗത്തെയും നിലപാടുകൾ വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞൊരു മണ്ഡലം ആലപ്പുഴ. ശരത്തിന്റെ നാടായതുകൊണ്ടാണ് ആലപ്പുഴ തന്നെ ആദ്യം എടുത്തത്. ഏതായാലും ഇത്തവണ ഇരു മുന്നണികളും വളരെ സൂക്ഷ്മതയോടെ നോക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ് ആലപ്പുഴ എടുത്തത്. എൻ്റെ നാട് എന്ന നിലയിൽ മാത്രമല്ല. ഏതായാലും സതീഷ് പറഞ്ഞ പോലെ ആലപ്പുഴ തന്നെ നമ്മൾക്ക് നോക്കാം. ആലപ്പുഴ മണ്ഡലം മധ്യ കേരളത്തിൽ, അതായത് മധ്യ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന, തെക്കൻ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. വലിയ തോതിൽ രാഷ്ട്രീയ സ്വാധീനങ്ങൾ, നമുക്കറിയാവുന്നതുപോലെ ഇടതു പാർട്ടികൾക്ക് വലിയ ശക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ള മണ്ഡലമാണ്. പക്ഷേ ലോക്സഭാ മണ്ഡലം എന്ന നിലയിൽ ഇടതുമുന്നണിയിൽ നിന്ന് കൈവിട്ടു നിൽക്കുന്നു. ആരിഫിലൂടെ ഇത്തവണ അത് മാറി തിരിച്ചുപിടിക്കാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ UDF ഇത്തവണയും ഉറച്ചു വിശ്വസിക്കുന്ന നിലയിലാണ് ഇപ്പോഴും കണക്കൂട്ടലിൽ അത് നിൽക്കുന്നത്. ഏതായാലും അത് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ആരാണ് അവിടുത്തെ നിലവിലെ MP എന്നത് ആചാരപരമായി, ആചാരത്തിൻ്റെ കാലം കൂടിയായതുകൊണ്ട് 2014 നോക്കാം. 2014 കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലേക്ക് ജനറൽ സെക്രട്ടറിയായി ഒക്കെ ഉയർന്ന, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ഉയർന്ന KC വേണുഗോപാലാണ്. 19,407 വോട്ട്. 19,407 വോട്ടിന് ആണ് അന്ന് KC വേണുഗോപാൽ ജയിച്ചത്. KC വേണുഗോപാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തില്ല. അദ്ദേഹം വലിയ ഉത്തരവാദിത്വമായി ഡൽഹിയിൽ ഈ കോൺഗ്രസിന്റെ മുഴുവൻ ദേശീയ തലത്തിലെ പ്രചാരണത്തിന് പോയിരിക്കുന്നു. KC കയ്യൊക്കെ കെട്ടി നിൽക്കുമ്പോൾ 2014 എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തമായ വെല്ലുവിളി നേരിട്ട് അദ്ദേഹം രാഷ്ട്രീയമായി പല കാരണങ്ങൾ കൊണ്ട് നേരിട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അന്നാണ് ഈ പറഞ്ഞ സതീഷ് സൂചിപ്പിച്ച പോലെ 19,407 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി. പക്ഷേ ഇത്തവണ അദ്ദേഹം ഇല്ലാത്ത സാഹചര്യമൊക്കെ വലിയ ചർച്ചയും വാർത്തയും ആയതാണ്. അവിടെ നിന്ന് നമ്മൾക്ക് ഇനി പോകാനാവുന്നത് ആരൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മാറ്റുരയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ. ഏവരും ഇതിനോടകം തന്നെ മനസ്സിലാക്കിയത് ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ ഷാനിമോൾ ഉസ്മാൻ. AM ആരിഫ് തീർച്ചയായും അരൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ MLA ആയി. ഷാനിമോൾ ഉസ്മാന്റെ കാര്യം ഒരു അവസാന ഘട്ടത്തിലാണ്. ഷാനിമോൾ ഉസ്മാൻ ഏത് മണ്ഡലത്തിൽ? ഷാനിമോൾ ഉസ്മാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിരുന്നു. എവിടെയായിരിക്കും? അത് വയനാടാണ്. കൂടുതൽ കേട്ടത് വയനാട്ടിലായിരുന്നു. അതെ, പക്ഷേ ഒടുവിൽ ജന്മനാട്ടിലേക്ക് ആണ് ടിക്കറ്റ് കിട്ടിയത്. അവിടെ NDAക്ക് സ്ഥാനാർത്ഥിയും ഒട്ടും പിന്നിലല്ല, ഡോക്ടർ KS രാധാകൃഷ്ണൻ. KS രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസുമായുള്ള ആ സഹകരണം അവസാനിപ്പിച്ച് BJPയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇന്നടക്കം പറഞ്ഞു കേട്ടെ 2 അധ്യാപകരാണ് കോൺഗ്രസ് വിട്ട് പോയിട്ടുള്ളത്. ഒന്ന് TP ശ്രീനിവാസനും ഒന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ. രണ്ടുപേരുമാണ് KPCCയുടെ ഈ പഠന പരിശീലന കളരിയിലെ 2 പ്രധാനപ്പെട്ട അധ്യാപകർ. ആ 2 പേരും BJPയിലേക്ക് കൂടുതൽ ചായുന്നു. അതിൽ രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയുമായി. ഇതാണ് 3 സ്ഥാനാർത്ഥികളെ ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വേഗത്തിൽ കൃത്യതയോടെ എത്താൻ വേണ്ടി അവതരിപ്പിച്ചത്. ഇനി നമുക്ക് എന്തെല്ലാം ഘടകങ്ങളായിരിക്കാം ഞങ്ങൾ അതിനെ വിളിക്കുന്നത് എക്സ് ഫാക്ടർ എന്നാണ്. തീർച്ചയായും ഓരോ മണ്ഡലത്തിന്റെയും എക്സ് ഫാക്ടർ എന്താകും? സാമുദായിക വോട്ടുകൾ. അത് പല നിലയ്ക്കും പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥിയുടെ മികവ് ആലപ്പുഴയെ എങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിക്കുക? BJP വോട്ടുകൾ ഡോക്ടർ രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏത് നിലയ്ക്ക്? കഴിഞ്ഞ തവണ 2014 സതീഷ് വലിയ നിലയ്ക്ക് വോട്ട് കിട്ടാതെ പോയ മണ്ഡലങ്ങളാണ്. ആ എക്സ് ഫാക്ടറിൽ നിന്നുകൊണ്ട് രാജീവിലേക്കൊന്ന് പോകാവുന്നതാണ്. തീർച്ചയായും രാജീവ്, ഈ എക്സ് ഫാക്ടർ ആലപ്പുഴയ്ക്ക്. ഈ എക്സ് ഫാക്ടറിലേക്ക് വരുന്നതിന് മുമ്പ് ശരത്, 57,635 വോട്ടുകളാണ് 2009 KC വേണുഗോപാലിന്റെ ഭൂരിപക്ഷമായി ഉണ്ടായിരുന്നത്. അതാണ് കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ 19,407 ആയിട്ട് കുറഞ്ഞത്. കഴിഞ്ഞ തവണ CPMന്റെ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു ആണ് അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിയായിരുന്നത്. ഒരുപക്ഷെ ആലപ്പുഴയിലും പരിസരത്തുമൊക്കെ അറിയപ്പെടുന്നു എങ്കിൽ പോലും ഇപ്പോൾ കരുനാഗപ്പള്ളി അടക്കമുള്ള, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി അടക്കമുള്ള മണ്ഡലം ചേരുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ഇതിന് എല്ലാ പ്രദേശത്തുമൊന്നും അത്ര പരിചിതനായ ഒരാളായിരുന്നില്ല CB ചന്ദ്രബാബു. എന്നിട്ട് പോലും 19,407 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് KC വേണുഗോപാലിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇനി മണ്ഡലത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. ഇത്രയുമാണ് ആലപ്പുഴ മണ്ഡലമായി വരുന്നത്. ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ LDFന് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമുണ്ട്. ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 5 എണ്ണവും LDF ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ആകെ പ്രതിപക്ഷ നേതാവ് വിജയിച്ച ഹരിപ്പാട് മണ്ഡലം മാത്രമാണ് UDF വിജയിച്ചിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ ഒരു പൊതുസ്ഥിതി. ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ AM ആരിഫിനെ ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അരൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന AM ആരിഫിനെ അവിടെ CPM സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത്. വലിയ രീതിയിൽ ആദ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആരിഫിന് കഴിഞ്ഞു. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ ലേറ്റായാണ് വന്നെങ്കിലും പക്ഷേ പതുക്കെ പിടിച്ചു കയറി ഒരു ബലാബലം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ
കുറച്ചെങ്കിലും കൊണ്ടുവരാൻ, കുറച്ചെങ്കിലും വലിയ രീതിയിൽ ഒരു ബലാബലം എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻ പി എസ് സി ചെയർമാനും അതുപോലെ തന്നെ കാലടി സർവകലാശാല VC-യും കോൺഗ്രസിന് സഹയാത്രികനും ഒക്കെ ആയിരുന്ന കെ എസ് രാധാകൃഷ്ണൻ വരുന്നുണ്ട്. പക്ഷേ BJPക്ക് വലിയ ഒരു രീതിയിലുള്ള വോട്ട് അടിത്തറയുള്ള ഒരു മണ്ഡലമല്ല ആലപ്പുഴ എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞ സാമുദായിക വോട്ടുകൾ ഈഴവ വിഭാഗത്തിന് നല്ല രീതിയിലുള്ള വോട്ട് അടിത്തറയുണ്ട്, അതിൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏതാണ്ട് 20%-ലധികം മുസ്ലിം വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ഇതൊക്കെ പരിഗണിക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു ഫലം നിർണ്ണയിക്കുന്ന ഘടകമായി ഇത്തരം ഘടകങ്ങൾ വരുന്നത്. തീർച്ചയായും രാജീവ് സൂചിപ്പിച്ചല്ലോ 5-1-6 എന്ന് രാജീവ് പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങളാണ്. കൊല്ലത്തെ രാജീവിൻ്റെ സ്വന്തം നാടായ കരുനാഗപ്പള്ളി കൂടി ആലപ്പുഴയിലുണ്ട് എന്ന് രാജീവിനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ 7 മണ്ഡലങ്ങൾ. അതുപോലെ സ്ഥാനാർത്ഥി മികവ് കൂടി ചേരുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എക്സ് ഫാക്ടറിൽ ആലപ്പുഴയ്ക്ക്. ഇനി വേഗത്തിൽ പോകുന്നത് ആ മണ്ഡലം ഇത്തവണ വലിയ ചർച്ചയായ മണ്ഡലമാണ് പല സമയത്തും, പൊന്നാനി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ വന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ സവിശേഷതകളിലേക്ക് പോകുമ്പോൾ പൊന്നാനി എല്ലാ കാലത്തും വലിയ വിവാദമോ അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ PDPയുടെ പിന്തുണ LDF സ്വീകരിച്ചു. ഇത്തവണ പ്രചാരണരംഗത്ത് അല്പം ഉയർത്തു അൻവറിന്റെ വരവ്. അത് തന്നെയാണ് പൊന്നാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 2014 ഇതേ ET മുഹമ്മദ് ബഷീറാണ് അവിടെ വിജയിച്ചത് എന്ന് കൂടി 25,410 വോട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഭൂരിപക്ഷം നമുക്ക് പറയാൻ കഴിയില്ല. ലീഗ് കോട്ടയിൽ കിട്ടേണ്ട ഭൂരിപക്ഷമില്ല എന്നൊരു പ്രശ്നം 2014 ഒരുപാട് അന്ന് അബ്ദുൾ റഹ്മാനെ ഇറക്കി ഒരു വലിയ പരീക്ഷണം നടത്തുകയായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ ഒരു പൊതു സ്വതന്ത്ര ഇപ്രാവശ്യവും. ഇത്തവണ വാശിയേറിയ കടുപ്പം പിടിച്ച പോരാട്ടത്തിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. നിലമ്പൂരിൽ നിന്ന് MLA ആയ അൻവറിനെയാണ് ഇടതുമുന്നണി അവിടെ ഇറക്കിയത്. അതുപോലെ ET മുഹമ്മദ് ബഷീർ, വീണ്ടും ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രൊഫസർ രമ BJPയുടെ സ്ഥാനാർത്ഥി. ഇതിനിടയിൽ അൻവർ ഒരു കടുങ്കൈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. തീർച്ചയായും വലിയൊരു പ്രഖ്യാപനം, മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കി. അതായത് താൻ പരാജയപ്പെട്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന്. അങ്ങനെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ ഉയർന്ന ചോദ്യം, നിലമ്പൂരിൽ അൻവർ ജയിച്ചാലും തോറ്റാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ചോദ്യം വരെ ഉണ്ട്. തീർച്ചയായും അതിൽ അൻവർ പറയുന്നത് ഇത്തവണ ജയം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിച്ചു. 50,000 വോട്ടിന്റെ ജയം എന്നാണ് ഇന്ന് നമുക്ക് ന്യൂസ് 18 നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതെല്ലാം സാധാരണ വളരെ കൂളായി ET മുഹമ്മദ് ബഷീർ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് നിൽക്കും. ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊന്നും പറയാൻ അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു നേതാവാണ്, തയ്യാറല്ല. ഇനി അവിടുത്തെ പൊന്നാനിയിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഈ മണ്ഡലത്തിലെ ഘടകങ്ങളും നോക്കിയാൽ എക്സ് ഫാക്ടർ ഒന്ന് ET മുഹമ്മദ് ബഷീർ തന്നെ. തീർച്ചയായും ET മുഹമ്മദ് ബഷീർ ETക്ക് വേണ്ടിയും വോട്ട്, ETക്കെതിരായും വോട്ട്. അതെ, അതാണ് വളരെ പ്രധാനം. ഒന്ന് PV അൻവർ ഫാക്ടർ, അതെ. മറ്റൊന്ന് കോൺഗ്രസ് ലീഗ് ബന്ധം. എല്ലാ കാലത്തും സംഭവിക്കുന്ന 3 ഘടകങ്ങളാണ്. രാജീവ്, 3 ഘടകങ്ങൾ വളരെ എവിഡൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഘടകങ്ങളിലേക്ക് ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതുഘടനയിൽ നിന്നുകൊണ്ട് ശരത്, ഇവിടെയും UDFന്റെ ഭൂരിപക്ഷത്തിൽ 2009 താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള കുറവുണ്ടായ ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്, UDFന് അടിത്തറയുള്ള മണ്ഡലമാണ്, എത്രയോ നാളുകളായി വിജയിക്കുന്നതാണ്. മണ്ഡലത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പോലും 82,000-ൽ അധികമായിരുന്നു 2009 ഭൂരിപക്ഷമെങ്കിൽ അത് 2014 വെറും 25,000-ലേക്ക് താണു. അവിടെ V അബ്ദുറഹ്മാൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ET മുഹമ്മദ് ബഷീറിന് അത്ര ശക്തമായ ഒരു വെല്ലുവിളി കഴിഞ്ഞ തവണ ഉയർത്തിയത്. അതിനുശേഷം അദ്ദേഹം താനൂരിൽ നിന്ന് വിജയിച്ച് MLA ആയി, ഇടതു സ്വതന്ത്രൻ MLA ആയി, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അദ്ദേഹം നിയമസഭാംഗമായി. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി പരിഗണിച്ചിരുന്നു. ഇവിടെ നിങ്ങൾ പറഞ്ഞ ET മുഹമ്മദ് ബഷീർ ഫാക്ടർ മുസ്ലിം ജനസമൂഹത്തിനിടയിൽ അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉയർത്തിയ അല്ലെങ്കിൽ അവരോടൊപ്പം ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു നേതാവെന്ന രീതിയിലുള്ള ഇമേജ് ET മുഹമ്മദ് ബഷീറിനുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലാണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് വളരെ മതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. മുസ്ലിം ലീഗിനകത്ത് 2 ചേരിയുണ്ട്, അതിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു ET മുഹമ്മദ് ബഷീർ തുടങ്ങിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിനെയൊക്കെ കവച്ചു വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, PV അൻവർ ഫാക്ടർ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ അത് വോട്ടർമാരുടെ ഇടയിൽ ഒരു മതിപ്പുണ്ടാക്കുകയും
ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുന്നതിന് ഒരു കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഫലം പ്രഖ്യാപിക്കുന്ന ദിവസം ഈ ആര്യാടന്മാരുടെ അല്ലെങ്കിൽ തറവാട് പൊളിച്ചുകൊണ്ടേ ഞാൻ അന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരികയുള്ളൂ, തറവാട് പൊളിച്ച് അതായത് ഇത്തരത്തിൽ അവരെ തോൽപ്പിച്ചുകൊണ്ടേ വരികയുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഒരു അന്തസ്സത്ത. ഈ രീതിയിൽ വളരെ ശക്തമായ മത്സരം കൊടുക്കാൻ PV അൻവറിന് കഴിയുന്നുണ്ട്. ഇവിടെയും മത്സരം ഒരു കടുത്ത പോരാട്ടം തന്നെയാണ്. പക്ഷെ അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിന്റെ അടിത്തറ, അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എങ്ങോട്ട് സംഭവിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. പിന്നെ കോൺഗ്രസിന് അല്ലെങ്കിൽ ലീഗിനുള്ള ഒരു പ്രശ്നം കോൺഗ്രസുമായി പ്രാദേശികമായി നിലനിൽക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അത് എത്രത്തോളം കവച്ചു വെക്കാൻ ലീഗിന് കഴിയും, E.T. മുഹമ്മദ് ബഷീറിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വളരെ പ്രധാനപ്പെട്ട ഈ ഫാക്ടറുകളെ കുറിച്ച് രാജീവ് പറഞ്ഞതിൽ പൊന്മുണ്ട കോൺഗ്രസ് ലീഗിനും കോൺഗ്രസിനും സൃഷ്ടിക്കുന്ന വെല്ലുവിളി തലവേദന ചില്ലറയല്ല. അത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പൊന്നാനിയിൽ ഈ വിധം ഇപ്പോൾ വന്നു ചേർന്ന് നിൽക്കുകയാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇടതുകോട്ടയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. ആ ഇടതുകോട്ട കാക്കുമോ അതോ UDF കടന്നു കയറാനാകുമോ? BJPയുടെ സാന്നിധ്യം എന്തുതരം ചലനം സൃഷ്ടിക്കും? ആ മണ്ഡലത്തിലേക്കാണ്. ആറ്റിങ്ങൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ്. 2009 പോലും 4 സീറ്റിലേക്ക് ചുരുങ്ങിയ ഒരു സമയത്ത് പോലും അന്ന് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന LDF-നൊപ്പം നിന്ന ഒരു കൃത്യമായി നിന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ എങ്ങനെയുണ്ട് എന്ന നോട്ടത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സൂക്ഷ്മ പരിശോധനകൾ നടത്താം. ആറ്റിങ്ങൽ സമ്പത്തിലാണ് വലിയ പ്രതീക്ഷ ഇടതുമുന്നണിക്കുള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സമ്പത്ത് ഈ പ്രതീക്ഷ, അതായത് വീണ്ടും ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷ സമ്പത്തിന് അവസാന നിമിഷം വരെ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടായില്ല എന്ന് ഒരു 2014 ഇപ്പോൾ പറഞ്ഞതുപോലെ നോക്കിയാൽ ഡോക്ടർ സമ്പത്തിന്റെ വിജയം നല്ല ഭൂരിപക്ഷമായിരുന്നു. 69,378 വലിയ ഒരു സംഖ്യ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ആ നിലയിൽ സമ്പത്ത് നിലനിർത്തി പോകുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളിലേക്ക് പോയാൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ അതാണ് മുമ്പ് സൂചിപ്പിച്ചത്, ശക്തമായ മത്സരമാണ്. കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് വരുന്നു, സമ്പത്ത് അവിടെ തുടരുന്നു, ശോഭാ സുരേന്ദ്രൻ പാലക്കാട്. അതായത് നമുക്ക് കൃത്യമായിട്ട് ഈ 3 പേരുടെ ഈ ചിത്രങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സമ്പത്തിനെ അങ്ങനെ ആറ്റിങ്ങലിൽ ഒരു വാക്ക് ഓവർ എന്നുള്ളത് ഇനി വേണ്ട. മുൻകാലങ്ങളിൽ നടന്നതുപോലെ വാക്ക് ഓവറിന്റെ ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായി UDF ഏതാണ്ട് ഒരു UDF MLA നല്ല റിസ്ക് എടുത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് MLA-മാരിൽ ഒന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ ശോഭാ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കി ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്ന ഒരു മണ്ഡലം കൂടിയാണ്. സതീഷ് പറഞ്ഞല്ലേ, ഈ ഘട്ടത്തിൽ എക്സ് ഫാക്ടറുകൾ കൂടി നോക്കാം. ഇവിടെ നിശ്ചയമായും തൊഴിലാളി സമൂഹത്തിന്റെ വോട്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഘടകം ഇടതുപക്ഷത്തിന് കിട്ടുന്ന വലിയൊരു സ്വാധീന മേഖല, പരമ്പരാഗത തൊഴിൽ ഇടങ്ങളുള്ള സമ്പത്തിന് അത്തരത്തിലുള്ള ഒരു സ്വീകാര്യത വലിയ തോതിലുണ്ട്. മികവും അതിന്റെ തന്നെ ഒരു സൂചനയാണ്. തീർച്ചയായും സമ്പത്തിനെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് പാർലമെന്റിൽ വളരെ സജീവമായുള്ള ഇടപെടൽ. ആ എക്സ് ഫാക്ടറുകളാണ് ഏതായാലും ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ശക്തമായി നോക്കേണ്ടത്. എക്സ് ഫാക്ടർ ഒന്നുകൂടി ഓർത്തുകൊള്ളുക, തൊഴിലാളി സമൂഹത്തിൻ്റെ വോട്ട് എന്ന പ്രശ്നം, അതുപോലെ തന്നെ സാമുദായിക സമവാക്യം, ശബരിമല പ്രശ്നം. നേരത്തെ സതീഷ് പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായി ചലനം ഉണ്ടാക്കിയ ചർച്ചയായ മേഖല, അതുപോലെ സ്ഥാനാർത്ഥി മികവും. രാജീവ്, ഇതിലേതാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഏറ്റവും ക്രൂഷ്യലായി വരാൻ ഇടയുള്ള പ്രശ്നം? ശരത്, ഇതിനപ്പുറം ഒരു ഘടകം ഞാൻ കാണുന്നുണ്ട്. സതീഷ് ഇതിനെക്കുറിച്ച് ഒരു സൂചന പറഞ്ഞു. അതായത് സമ്പത്ത് ഇത്തവണ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ആ ഉറപ്പില്ലായ്മ അദ്ദേഹം വീണ്ടും ജനവിധി തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. പലയിടത്തും അത്തരത്തിൽ അദ്ദേഹം വേണ്ട രീതിയിൽ അങ്ങനെയുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നില്ല എന്ന് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനു മുൻപ് മത്സരിച്ചത് ബിന്ദു കൃഷ്ണ, അതിനു മുമ്പ് മത്സരിച്ചത് പ്രൊഫസർ G. ബാലേന്ദ്രൻ. ഇവരൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എങ്ങനെ ജയിക്കും, അണികളെ എങ്ങനെ ഇറക്കും, എങ്ങനെ പ്രവർത്തനം നടത്തും, ഈ കാര്യത്തിൽ ഒരു പരിചയസമ്പന്നതയുള്ള ആൾക്കാരായിരുന്നില്ല. അതിൽ തന്നെ പ്രൊഫസർ G. ബാലേന്ദ്രൻ ആദ്യമായി തെരഞ്ഞെടുപ്പ് നേരിടുന്ന ആളായിരുന്നു 2009. ബിന്ദു കൃഷ്ണയ്ക്കും അത്ര വലിയൊരു തെരഞ്ഞെടുപ്പ് പരിചയം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് സമ്പത്തിനെ നേരിട്ടത്. സമ്പത്താണെങ്കിൽ അതിനു മുൻപും തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളും മാത്രമല്ല, ആറ്റിങ്ങലിൽ ഇടതുപക്ഷ അടിത്തറ ഉള്ള മണ്ഡലം. ഈ ഒരു കാര്യം, അടൂർ പ്രകാശിന്റെ പരിചയസമ്പന്നത, അതുപോലെ ഈ സമ്പത്ത് ഒരു മുന്നൊരുക്കം നടത്തുക, ഈ 2 കാര്യങ്ങളിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് ആറ്റിങ്ങലിലെ വിജയം നിർണ്ണയിക്കും. എങ്കിൽ പോലും ഇടതിന്റെ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ ചെറിയ ഒരു മുൻതൂക്കം സമ്പത്തിനുണ്ട്. പക്ഷേ അടൂർ പ്രകാശിന്റെ ഈ രംഗത്തുള്ള പരിചയസമ്പന്നത കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ച ഘടകം, സമ്പത്ത് വലിയ മത്സരം നേരിട്ടു, അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ നിലയിൽ
എക്സ് ഫാക്ടറിലെ വളരെ ക്രൂഷ്യലായ ഒരു വിഷയമാണ് സൂചിപ്പിച്ചത്. അവിടെ നിന്ന് ഇനി പോകുന്നത് ആറ്റിങ്ങിൽ നേരെ വടക്കോട്ട് പോയി മലപ്പുറത്തേക്കാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറത്ത് സാനു ഒരുക്കുന്ന പോരാട്ട വീര്യം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഭൂരിപക്ഷം എത്ര കുറയും എന്നൊക്കെ തന്നെയുള്ള വലിയ ചർച്ചകൾ ഇതിനടക്കം നടക്കുന്നുണ്ട്. മലപ്പുറം നോക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇതാ മലപ്പുറം വരികയാണ്. മലപ്പുറം എന്ന മണ്ഡലം, അവിടെ 2014 യഥാർത്ഥത്തിൽ നമ്മൾ ഉദാഹരിച്ചത് നമ്മൾ നോക്കേണ്ടത് ഇ അഹമ്മദ് അന്ന് നമുക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലം. അതിനുശേഷം ഇ അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂടുമാറിയ ഒരു സാഹചര്യം. അത് അങ്ങനെ മലപ്പുറം മണ്ഡലത്തിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞ 194. അതെ, 1,94,739 വോട്ടിന്റെ ഒറ്റയടിക്ക് അത് വായിച്ചെടുക്കാൻ തന്നെ അത്രയും 194 എന്ന് പറഞ്ഞു. ഏതായാലും അത് 2017 ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം അവിടെ കുറയ്ക്കാനായി എന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ആ കാലത്ത് നടന്നതാണ്. അപ്പോൾ 2014 കഴിഞ്ഞ് 2017 ഉപതെരഞ്ഞെടുപ്പ് മറന്നുകൊണ്ടല്ല ഇ അഹമ്മദിനെ കാണിച്ചതെന്ന് പ്രേക്ഷകരോട് പ്രത്യേകം പറയട്ടെ. പക്ഷേ അടിസ്ഥാനപരമായി 2014 ആയിരുന്നു. എന്തായാലും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലല്ല, ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ വീണ്ടും നമുക്ക് ആ സ്ഥാനാർത്ഥികളെ കാണാം. ഏതായാലും കാൻഡിഡേറ്റ്സ്, മലപ്പുറത്തിന്റെ സ്ഥാനാർത്ഥികൾ, ആദ്യം തന്നെ സാനുവാണ് വന്നത്, ഏറ്റവും ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിലെ. SFIയുടെ വലിയ നേതാവ്, പ്രചരണ രംഗത്ത് വലിയ ഓളം ഉണ്ടാക്കിയ സ്ഥാനാർത്ഥി, പരിചയസമ്പന്നനായ പി കെ കുഞ്ഞാലിക്കുട്ടി, ലീഗ് രാഷ്ട്രീയത്തിന്റെ അധികാരം. സ്വാഭാവികമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള വലിയ ഒരു പ്രമുഖ നേതാവിനെതിരെ മത്സരിക്കുമ്പോൾ, ഇത്ര ചെറുപ്പക്കാരനെ മത്സരത്തിന് ഇറക്കുമ്പോൾ തന്നെ ആവേശം കൃത്യമായിട്ട്. അതുപോലെ തന്നെ നോക്കൂ, BJPയുടെ ഉണ്ണികൃഷ്ണനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. 3 സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ നിലവിൽ പ്രേക്ഷകർക്ക് അറിയാമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥികളെ എല്ലാ വോട്ടർമാർക്കും എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാകും വിധമുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ സതീഷ്, എന്താണ് മലപ്പുറത്തിൻ്റെ എക്സ് ഫാക്ടർ? അതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഘടകം, പരിശോധന. എക്സ് ഫാക്ടർ സ്വാഭാവികമായി ലീഗ് അടിത്തറ എന്ന് പറയുന്ന, ഉറച്ചാണോ ഇളകിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള. രണ്ടാമത് കുഞ്ഞാലിക്കുട്ടി ഫാക്ടർ. കുഞ്ഞാലിക്കുട്ടി ഫാക്ടർ യുവജനങ്ങളുടെ വോട്ട്. സാനു ഫാക്ടർ. സാനു ഫാക്ടർ എന്ന് പറയാം. കാരണം SFIയുടെ വലിയ തോതിലുള്ള പ്രവർത്തകർ ദേശീയ തലത്തിൽ തന്നെ അവിടെ എത്തി പ്രചരണ രംഗത്തും വളരെ ശക്തമായ സാന്നിധ്യമായി വന്നു. യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റമുണ്ട്. രാജീവ്, ഈ ഫാക്ടറൊക്കെ തന്നെയാണോ രാജീവിന്റെ കണക്ക് പുസ്തകത്തിലും കാണുന്നത്? ശരത്, തീർച്ചയായും ഇതിൽ തന്നെ 1-2 കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്. വയനാട്ടിലും അതുപോലെ തന്നെ മലപ്പുറത്തും ഒന്നും LDF വിജയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പ്രതീക്ഷ അവർക്കില്ല. പക്ഷേ അവരുടെ പ്രചരണത്തിൽ ആ ഒരു ആത്മവിശ്വാസക്കുറവ് കാണാനേ ഇല്ല. വിജയിക്കാൻ എന്ന രീതിയിലാണ് വയനാട്ടിൽ PP സുനീർ ആണെങ്കിലും മലപ്പുറത്ത് VP സാനു ആണെങ്കിലും മത്സരിക്കുന്നത്. ആ ആവേശം നിലവിലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ വോട്ടർമാരുടെ എണ്ണം കാര്യമായി മലപ്പുറം മണ്ഡലത്തിൽ കൂടിയിട്ടുണ്ട്. അത് കൂടുതലായി പിടിക്കാൻ കഴിഞ്ഞാൽ VP സാനുവിന് ഏത് രീതിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യം. മാത്രമല്ല, പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ MP ആയി പോയതിനു ശേഷം വേണ്ടത്ര രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായോ, അതുപോലെ തന്നെ മുത്തലാഖ് പോലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗത്തിന് അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഹാജരാകാതിരുന്ന കാര്യം ശരിയായോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളാണ് VP സാനുവിനെ ഒരു മികച്ച സ്ഥാനാർത്ഥിയാക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലുള്ള ഫാക്ടറുകൾ, അധികമായ ഘടകങ്ങൾ ഒക്കെ എങ്ങനെ വരും എന്നാണ് സതീഷ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മുടെ മണ്ഡലത്തിലേക്ക് പോയാൽ നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഇനി നമ്മൾ പോകുന്നത് കാസർഗോഡ് മണ്ഡലമാണ്. കാസർഗോഡ് വടക്കേ അറ്റത്തെ മണ്ഡലം. ആ വടക്കേ അറ്റത്തെ മണ്ഡലത്തിന്റെ പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയം വളരെ സജീവമാക്കി നിലനിർത്തിയ മണ്ഡലം എന്ന പ്രത്യേകത ഉണ്ട് നിശ്ചയമായും കാസർഗോഡിനെ സംബന്ധിച്ച്. കാസർഗോഡ് 2014 അവിടെ വിജയിച്ചത് P കരുണാകരൻ ആണ്. അദ്ദേഹം ലോക്സഭയിലെ CPM നേതാവായിരുന്നു. വെറും 6921 എന്ന് പറയുന്ന ഒരുപക്ഷെ അവസാന ബസ്സിൽ കയറി എന്ന് പറയുന്നതാണ് ഫോട്ടോ ഫിനിഷ് ആണത്. ടി സിദ്ദിഖ് എന്തുകൊണ്ടോ അവസാന നിമിഷത്തിൽ പിന്നോട്ട് പോയി എന്ന് പറയേണ്ടി വരും നമുക്ക്. പക്ഷേ അത് പറയുമ്പോഴും ഇടതുപക്ഷ കോട്ടയായി തന്നെയാണ് വിലയിരുത്തുന്നത് ഇത്തവണത്തെ കാൻഡിഡേറ്റ്സ്, സ്ഥാനാർത്ഥികൾ. അത് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടതാണ്. കാസർഗോഡുകാരനാണ്, CPMന്റെ ജില്ലാ സെക്രട്ടറിയായൊക്കെ പ്രവർത്തിച്ച മുൻ MLA ആയ സതീഷ് ചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് സ്ഥാനാർത്ഥിയായി ചെന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്ര നേരം കേരളത്തിന്റെ മുഴുവൻ ദൂരവും യാത്ര ചെയ്താണ് കാസർഗോഡ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അതുപോലെ തന്നെ രവീശ് തന്ത്രി, NDAയുടെ 3 BJPക്കും കാര്യമായ സ്വാധീനമുള്ള വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ഈ സ്ഥാനാർത്ഥികൾ നേരിടുന്ന
വെല്ലുവിളികൾ, അതുപോലെ തന്നെ എക്സ് ഫാക്ടർ, അത് നോക്കാം. എക്സ് ഫാക്ടർ സതീഷ്. BJP വോട്ട്, കാരണം BJPക്ക് വലിയ സ്വാധീനമുള്ള, BJPക്ക് നമ്മൾ കൃത്യമായിട്ട് പറയാറുള്ളത് പോലെ BJPയുടെ കണ്ണൂരിലെ മണ്ഡലങ്ങൾ എന്നുള്ളത് CPM, അതുപോലെ സ്ഥാനാർത്ഥികളുടെ മികവ്, ഇത് ഈ സ്ഥാനാർത്ഥികളുടെ മികവ് എല്ലാ മണ്ഡലങ്ങളിലും കാണുമ്പോൾ വോട്ടർമാർക്കിടയിൽ ഒരു വലിയ ഘടകം തന്നെയാണത്. അത് അവഗണിക്കാനാവാത്തതാണ്. വ്യക്തികൾ ഒരു പ്രധാന ഘടകമാകുമ്പോൾ രാജീവ്, ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളുടെ മികവ്, ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി വന്നതാണ് അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം. അത് കാസർഗോഡിന്റെ വിധിയെഴുത്തിനെ എങ്ങനെ സ്വാധീനിക്കും, ബാധിക്കുമെന്നൊരു പ്രശ്നം പ്രകടമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡേക്ക് വണ്ടി കയറുമ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ പി കരുണാകരൻ, CPMന്റെ മുതിർന്ന നേതാവായ പി കരുണാകരൻ, അദ്ദേഹം വിജയിച്ചത് വെറും 6000 വോട്ടിനാണ് എന്നുള്ളതാണ്. എന്നാൽ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ മറന്നുപോകുന്ന ഒരു ചരിത്രമുണ്ട്. 1989 CPMന്റെ രാമണ്ണറയും കോൺഗ്രസിന്റെ രാമറായും തമ്മിൽ മത്സരിക്കുമ്പോൾ കഷ്ടിച്ച് 1000-ൽ ചില്ലുവാനും വോട്ടിന് മാത്രമാണ് അന്ന് CPMന്റെ രാമണ്ണറ വിജയിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും CPMന് ആ മണ്ഡലം നഷ്ടപ്പെട്ടിട്ടില്ല. അതിനേക്കാൾ വലിയ 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 ഭൂരിപക്ഷത്തിന് CPM ആ മണ്ഡലം നിലനിർത്തുകയും ഇത്രയും നാളായി നിലനിർത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തത്. കാരണം കാസർഗോഡെ സംബന്ധിച്ചിടത്തോളം അവിടെ CPMന് ശക്തമായ അടിത്തറയുണ്ട് എന്നുള്ളതാണ്. ആ അടിത്തറ എത്രത്തോളം ഇളക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിയും. പ്രത്യേകിച്ചും അവിടെ നല്ല രീതിയിലുള്ള ജനപ്രീതിയുള്ള KP സതീശചന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രശ്നം ഉയർന്നു വരുന്നത്. അത് CPMന്റെ അടിത്തറയെ തട്ടി തകർക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇന്നിപ്പോൾ അവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് കൊല്ലപ്പെട്ട യുവ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ കൃപേഷിന് പെട്ടെന്ന് 10-44 ദിവസത്തിനുള്ളിൽ ഒരു വീട് വെച്ച് നൽകുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഇടയിലുള്ള സംസാരം CPMന്റെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമോ, അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയം വലിയൊരു വിഷയമായി വരുമോ, തുടങ്ങിയതൊക്കെയാണ് അറിയാനുള്ളത്. മാത്രമല്ല BJP എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ ഘടകങ്ങൾ, ഈ എക്സ് ഫാക്ടർ സതീഷ് വളരെ പ്രധാനപ്പെട്ടതാണ്. സതീഷിനോട് ചോദിക്കാനുള്ളത്, സതീഷ് ചന്ദ്രൻ ഈ വെല്ലുവിളികളെ അല്ല, സതീഷ് ചന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോഴും പറയുന്നത് സതീഷ് ചന്ദ്രൻ MLA എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം മുൻ MLA ആണെങ്കിൽ പോലും പഴയ MLA എന്നുള്ളത് MLA എന്നുള്ളത്. ഇനി രാജീവ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ഘടകം BJPയുടെ വോട്ടുകൾ എന്നുള്ളത്. കാരണം കഴിഞ്ഞ 2014 അവിടെ K സുരേന്ദ്രനാണ് മത്സരിച്ചത്. ഒരു 1.25 ലക്ഷം വോട്ടുകൾ BJP പിടിച്ചൊരു മണ്ഡലമാണ്. ആ 1.25 ലക്ഷം വോട്ട് പിടിക്കാൻ ഇത്തവണ രവീശ് തന്ത്രിക്ക് കഴിയുമോ, അല്ലെങ്കിൽ ആ വോട്ട് കുറഞ്ഞാൽ അത് UDFന് ഗുണം ചെയ്യുമോ? ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും കൃത്യമായി കാസർഗോഡ്. എന്തായാലും LDF വലിയ ഉറച്ച പ്രതീക്ഷയിലാണ്, സതീഷ് ചന്ദ്രൻ ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. ഇപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഇല്ല, ഞാനിവിടെ ഒരു അട്ടിമറി നടത്തിയേ പോകൂ എന്ന് തന്നെയാണ്. ഏതായാലും അട്ടിമറിയാണോ കാസർഗോഡ് സംഭവിക്കുക അതോ LDFന്റെ CPMന്റെ ആധിപത്യം തുടരുക തന്നെയാണോ സംഭവിക്കുക? ഏതാണ് സംഭവിക്കുക എന്നുള്ളതാണ് കേരളം ബൂത്തിലേക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെ കാസർഗോഡുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യം. BJPയുടെ മുന്നോട്ട് പോക്ക്, മുന്നേറ്റം എത്രമാത്രം എന്നതുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇനി കേരളത്തിൻ്റെ VVIP മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. വയനാട് ഏറ്റവും അധികം ചർച്ചയായ, രാഷ്ട്രീയമായി രാജ്യമാകെ ചർച്ച ചെയ്ത മണ്ഡലം തന്നെയാണ്. വയനാട് നന്നായി പഠിച്ച് രാഹുൽ ഗാന്ധി 2 തവണ വന്നു. ഒരുപക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു VIP മണ്ഡലം കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. വയനാട്ടുകാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള പ്രചാരണ വിഷയങ്ങളെ പോലും മാറ്റിമറിച്ചു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടേക്കുള്ള വരവ്. ഇനിയിപ്പോൾ നാളെ പ്രിയങ്ക ഗാന്ധി വരാൻ പോകുന്നു. രാഹുൽ ഗാന്ധി 2 തവണ വന്നു പോയിരിക്കുന്നു. ആ നിലയിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം സജീവമായി ഈ വയനാടിൻ്റെ ഭൂപ്രദേശങ്ങളിലൂടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നടക്കുന്ന സാഹചര്യമാണ്. അതിനിടയിൽ 2014 MI ഷാനവാസ് 20,870 ചുരുങ്ങി. UDFന്റെ ഒരു വലിയ ഒരു 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് ഷാനവാസ് ഈ പറയുന്ന 20,000. വയനാടിനെ പോലൊരു മണ്ഡലത്തിലെ MI ഷാനവാസിന്റെ കഷ്ടിച്ചുള്ള അത് ഒരുപക്ഷെ അന്ന് ഷാനവാസിനെതിരെയുള്ള വോട്ടുകൾ തന്നെയാണ് വികാരമുണ്ടായി. ലീഗുമായിട്ടുള്ള ബന്ധം, ആ രീതിയിലുള്ള ഒട്ടേറെ ഘടകങ്ങൾ അതിന് ബാധിച്ചിരുന്നു. എന്തായാലും ഇത്തവണ നിശ്ചയമായും 3 സ്ഥാനാർത്ഥികളിൽ സുനീർ ആദ്യം തന്നെ സ്ഥാനാർത്ഥിത്വവുമായി വന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി, രാഹുൽ ഗാന്ധി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ, അതുപോലെ തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് മാറിയ തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഇവരാണ് വയനാടിൻ്റെ തെരഞ്ഞെടുപ്പിനെ. ഇത് കേരളത്തിന്റെ ശ്രദ്ധയല്ല, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ് ഈ VVIP മണ്ഡലം. നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ഘടകങ്ങൾ, എക്സ് ഫാക്ടർ? ആ എക്സ് ഫാക്ടർ ഈ പറഞ്ഞതുപോലെ നോക്കിയാൽ വരുന്നത് രാഹുൽ ഗാന്ധി ഫാക്ടർ, യാതൊരു സംശയവുമില്ല. എനിക്കൊന്ന് 1, 2, 3 എന്ന നിലയിൽ തന്നെ കാർഷിക പ്രശ്നങ്ങൾ നമ്മൾ എന്നും കാണുന്നതാണ്. കാർഷിക ആത്മഹത്യകൾ, കർഷക പാർലമെന്റ് ഒക്കെ സംഘടിപ്പിച്ച് ഇടതുപക്ഷം അത് മുന്നോട്ട് കൊണ്ടുവരുന്നു.
വയനാട്ടിലെ മലപ്പുറം മണ്ഡലങ്ങൾ എങ്ങനെ വിധി എഴുതും എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ലീഗിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ലീഗാണ് നിർണ്ണയിക്കുന്നത്. രാജീവ്, ഈ ഘടകങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലം എന്ന നിലയിലേക്ക് മാറുകയാണോ? ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള വലിയ ആലോചനകളാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. പക്ഷേ ബാലികേറാമലയല്ല വയനാട് എന്ന് പറയുന്ന കോടിയേരിയുണ്ട്. നമ്മളോട് തന്നെയാണ് അതും പറഞ്ഞത്. തീർച്ചയായും CPM-ഉം CPI-യും ഇടതുപക്ഷം മൊത്തത്തിൽ അവരൊരു വലിയ ആവേശത്തോടെ അവർക്ക് വലിയ ഒരു എതിരാളിയെ കിട്ടി. പക്ഷേ ആ എതിരാളിയുടെ വലിപ്പമോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായാലും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർ പ്രശ്നമാക്കുന്നില്ല. വലിയ എതിരാളിയെ കിട്ടിയപ്പോൾ വലിയ പ്രചരണം, വലിയ വാശി അത് അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ പോയവരായാലും പോയ സുഹൃത്തുക്കളായാലും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പറയുന്നത്. വയനാട് ഇതുപോലെ ഒരു വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കണ്ടിട്ടില്ല. അങ്ങനെ വയനാടിനെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മറ്റേത് ഒരു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആവേശമുണ്ട്. അവർ ജയം ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചതുപോലെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചില്ല, എന്തുകൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിച്ചില്ല, എന്തിനാണ് വയനാട് മത്സരിക്കാൻ തെരഞ്ഞെടുത്തത്, അതൊരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിലും രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും ഉപയോഗിക്കാൻ പ്രധാനമന്ത്രിയും BJP-യും ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിൽ ദേശീയ ശ്രദ്ധ വയനാട് മണ്ഡലത്തിലെ മത്സരത്തിന് കൈവന്നിരിക്കുന്നു. ഫലം ഏതാണ്ട് നമുക്ക് കോൺഗ്രസിന് അനുകൂലമാകും എന്ന് പറയാമെങ്കിലും ഇടതുപക്ഷം ഒട്ടും അവരുടെ ഒരു വാശിയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ ആവേശവും ചോർത്തിക്കളഞ്ഞിട്ടില്ല. സതീഷ്, വയനാട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? വയനാട്ടിലേക്ക് പോകാനുള്ളൊരു വഴിയിൽ തന്നെ അടുത്ത മണ്ഡലം. ഉറപ്പായിട്ടും വയനാട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ എന്തായാലും കോഴിക്കോട് കടക്കാതെ നമുക്ക് ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. കോഴിക്കോട് തന്നെ നോക്കേണ്ടി വരും നമുക്ക്. ഏതായാലും കോഴിക്കോടിൻ്റെ മാപ്പ് തന്നെ ആദ്യം നോക്കാം. എക്സ് ഫാക്ടർ അവിടെ നിൽക്കട്ടെ. കോഴിക്കോട്ടെ ഘടകങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ വളരെ സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ കോഴിക്കോട്ട് MK രാഘവൻ സിറ്റിംഗ് MP ആണ്, അദ്ദേഹം തുടരും എന്നുള്ള പല രീതിയിലുള്ള വാദങ്ങളുണ്ടായിരുന്നു. എന്തായാലും കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതാണ് കാണുന്ന കോഴിക്കോട്. ആ കോഴിക്കോടിൻ്റെ ഓരോ പ്രദേശത്തും വളരെ സജീവമായി നിൽക്കുന്ന ജനകീയനായ MK രാഘവൻ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ, മറ്റൊരു ഭാഗത്ത് ഇതൊക്കെ ഉള്ളപ്പോഴും 2014 രാഘവൻ്റെ വിജയം എന്നത് പ്രത്യേകമായി നോക്കാവുന്നതാണ്. 16,883 വോട്ടിന്റെ ഭൂരിപക്ഷം, വലിയൊരു ഭൂരിപക്ഷമാണ് എന്ന് പറയാൻ കഴിയില്ല. വിജയരാഘവനെയാണ് തോൽപ്പിച്ചത്. പക്ഷേ MK രാഘവൻ ആദ്യം വിജയിച്ചു വരുന്ന ഒരു സമയം വിട്ട് അവിടെ ഒട്ടേറെ ഘടകങ്ങൾ മാറ്റം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾക്ക് മറ്റേ ആ ഘടകങ്ങളിലേക്ക് കൂടി നോക്കാം എന്തെല്ലാമാണ് അവിടുത്തെ ഘടകങ്ങൾ എന്നുള്ളത് കൂടി. ഏതായാലും 2014 വിജയം MK രാഘവന് നിലനിർത്താനാകുമോ എന്ന ചോദ്യം ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണി ഒരുക്കിയിട്ടുള്ളത്. പിന്നീട് വന്ന വിവാദങ്ങളും എല്ലാം അവിടെ ഒരു ഘടകം തന്നെയാണ്. പ്രദീപ് കുമാർ, ഇടതുമുന്നണിയുടെ ഏറ്റവും ജനകീയനായ MLA എന്ന ഖ്യാതി നേടിയ പ്രദീപ് കുമാർ നല്ല ഒരു എതിരാളി. MK രാഘവൻ, അതുപോലെ തന്നെ പ്രകാശ് ബാബു ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ജയിലിൽ കഴിഞ്ഞ് അത്രയേറെ വിശ്വാസ സംരക്ഷണത്തിനായി ജയിലിൽ പോയി തിരിച്ചു വന്ന് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയെ കൊണ്ടുമൊക്കെ പറയിപ്പിച്ചത്. എന്റെ പേര് പറഞ്ഞാൽ ജയിലിൽ പോകേണ്ട അവസ്ഥയാണ് എന്ന് പറയുന്ന വലിയൊരു വിവാദവും ചർച്ചയും ഒക്കെ രൂപപ്പെട്ടത് പ്രകാശ് ബാബുവിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നിന്ന് ഈ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ഘടകങ്ങൾ, ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഏതൊക്കെ നിലയിൽ ഗുണപരമായും എതിരായും മാറാം? മുമ്പ് പറഞ്ഞ പോലെ ഒളിക്യാമറ വിവാദം, ന്യൂനപക്ഷ വോട്ട്, അദ്ദേഹം 2 ദിവസം കൊണ്ട് തെളിയിക്കാമെന്ന മട്ടിലൊക്കെയാണ് BJP സ്ഥാനാർത്ഥിയുടെ അറസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രകാശ് ബാബു, ഈ ഘടകങ്ങളാണ് അവിടെ വരുന്നത്. സ്ഥാനാർത്ഥികളും വലിയ ചർച്ച. എനിക്ക് തോന്നുന്നു ഇതിനപ്പുറം ഒരു ഘടകം കൂടിയുള്ളത് ജനതാദളിന്റെ വീരേന്ദ്രകുമാർ വിഭാഗത്തിന്റെ തിരിച്ചുവരവ്. ഒരുപക്ഷെ LDF വലിയൊരു സാധ്യതയായി കാണുന്നത് അത് തന്നെയാണ്. അതും ഒരു അധിക സാധ്യതയാണ് വോട്ടിന്റെ കാര്യത്തിൽ. രാജീവ്, 3 പറഞ്ഞത്. ഞങ്ങൾ ഒന്നുകൂടി വെച്ചു. വീരേന്ദ്രകുമാറിന്റെ പുതിയ സാന്നിധ്യം LDFന് എന്തു ഗുണം? ഇതിനപ്പുറം ഏതൊക്കെ നിലകളിലാണ് എക്സ് ഫാക്ടറിനെ കാണുന്നത്? ഇത് തന്നെയാണ് പ്രധാനമായും പൊതുവായുള്ളത്. MK രാഘവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ് പ്രദീപ് കുമാറിനെ കോഴിക്കോട് ജില്ലയിൽ CPM-ന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും ജനകീയനായ MLA എന്ന പ്രവർത്തനം അല്ലെങ്കിൽ പേരെടുത്ത പ്രദീപ് കുമാറിനെ അവർ രംഗത്തിറക്കിയിരിക്കുന്നത്. ഒരു കടുത്ത പോരാട്ടം തന്നെയാണ്. പക്ഷേ ആ കടുത്ത പോരാട്ടത്തിനിടയിൽ ഉണ്ടായ ഒളിക്യാമറ വിവാദം MK രാഘവന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. അതിലുപരി ആ ഒരു പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര രീതിയിലുള്ള പിന്തുണ MK രാഘവന് കിട്ടിയില്ല എന്നുള്ളത് MK രാഘവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ കോൺഗ്രസ് സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഇത് MK രാഘവന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലേക്ക് കോഴിക്കോട് നിന്നും പല ഭാഗങ്ങളിൽ ധാരാളം രാജീവ്, ഇന്നിപ്പോ
രമേശ് ചെന്നിത്തല തന്നെ നമ്മളോട് പറഞ്ഞത് ഇനിയിപ്പോൾ ഏതായാലും ജനകീയ കോടതി രാഘവന്റെ കാര്യം തീരുമാനിക്കട്ടെ എന്നൊരു ആലോചനയും എന്ന വിചാരത്തിലും കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നുവെന്നാണോ? ഇത് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ജനകീയ കോടതി തീരുമാനിക്കട്ടെ. എം കെ രാഘവനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയും ഇത് തെറ്റായ ആരോപണമാണെന്നോ അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും സ്ഥാപിക്കാനോ അല്ലെങ്കിൽ വാദിക്കാനോ പോലും കോൺഗ്രസ് നേതാക്കൾ വേണ്ടത്ര തയ്യാറായില്ല എന്നുള്ളതാണ് എം കെ രാഘവനെ തളർത്തിക്കളഞ്ഞ ഒരു പ്രശ്നം. അതിലുപരി ഞാൻ പറഞ്ഞു വന്ന ഒരു പ്രശ്നം, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിന് വേണ്ടി കോഴിക്കോടിന്റെ പല ഭാഗത്തുനിന്നും ധാരാളമായി പ്രവർത്തകരും നേതാക്കളും ചെറിയ പ്രാദേശിക നേതാക്കളും ഒക്കെ വയനാട്ടിലേക്ക് കുടിയേറി. ഇതും അവിടെ കോഴിക്കോടിൻ്റെ പ്രവർത്തനത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എം കെ രാഘവൻ ഒരു ജനകീയ എം പി എന്നുള്ള രീതിയിലുള്ള മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ അതിന് ഒരു കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിലാണ് ഈ ഒളിക്യാമറ വിവാദം ഉണ്ടായത്. അത് മറികടക്കാൻ എം കെ രാഘവന് കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ സ്വീകാര്യത എം കെ രാഘവനാണോ സ്വീകാര്യത, അതുപോലെ തന്നെ പ്രദീപ് കുമാറിനാണോ സ്വീകാര്യത, ഒപ്പം BJP എത്രമാത്രം വോട്ട് പിടിക്കും എന്നതൊക്കെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോകാം. തീർച്ചയായും നമുക്ക് ഇനി പോകേണ്ടത് ഒരുപക്ഷെ LDFന് ഏറ്റവും വലിയ ഉറച്ച പ്രതീക്ഷ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിലേക്ക്, പാലക്കാട് മണ്ഡലം. പാലക്കാട് ഈ പറഞ്ഞ പോലെ MP രാജേഷിൻ്റെ സാന്നിധ്യം ഇടതുകോട്ട എന്ന നിലയിൽ വിശേഷണം നേടിയെടുത്ത മണ്ഡലം. അവിടേക്കുള്ള ഇത്തവണ ഏതൊക്കെ നിലകളിലാണ് കാര്യങ്ങൾ നോക്കാം. അത് പറയുമ്പോൾ തന്നെ 2014 കഴിഞ്ഞ തവണ ഈ രാജേഷ് 1,05,300 വോട്ട്, അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ 1000-1500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു മണ്ഡലത്തിലാണ് 1,00,000 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക്. അത് രാജേഷിന്റെ MP എന്ന നിലയിൽ സംഭവിച്ചൊരു വലിയ സ്വീകാര്യതയുടെ വളർച്ച കൂടിയായിരുന്നു. അങ്ങനെ രാജേഷ് ആ നിലയിൽ മണ്ഡലം സ്വന്തമാക്കി നിലനിർത്തി മുന്നോട്ട് പോയി അതിശക്തമായ ഭൂരിപക്ഷം നേടി 2014 വന്നു. അവിടെ നിന്ന് ഇത്തവണ അതിശക്തമായ ഒരു പുതിയ സാഹചര്യം, അഭിപ്രായ സർവേകളൊക്കെ പല വിധത്തിൽ കാര്യങ്ങളെ പറയുന്നു. തീർച്ചയായും അതിന് ഘടകമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഒന്ന് നോക്കാം. ഓഫ് കോഴ്സ് MP രാജേഷ്, അതുപോലെ തന്നെ ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ കൃഷ്ണകുമാർ. തീർച്ചയായും BJPയെ സംബന്ധിച്ച് പറഞ്ഞാൽ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത BJP തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് ആ സീറ്റിന് വേണ്ടിയും വലിയ താല്പര്യം. ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് വലിയ താല്പര്യമില്ലാതെയാണ് ആറ്റിങ്ങിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. ആ നിലയിലുള്ള മണ്ഡലം, അവിടെ 3 സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ നിന്ന് ഈ അവിടുത്തെ തീർച്ചയായും ഈ 3 മണ്ഡലങ്ങൾ, ഈ 3 സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ BJP ഒരു പക്ഷേ 2ാം സ്ഥാനത്ത് എത്താൻ സാധിക്കും. സിറ്റിംഗ് MPയുടെ പ്രവർത്തനം, ശക്തമായ ഇടത് അടിത്തറ, അതുപോലെ തന്നെ BJP വോട്ടുകൾ, മുമ്പ് സംസാരിച്ച വിഷയങ്ങൾ തന്നെയാണ് എക്സ് ഫാക്ടറായി വരുന്നത്. അതിന് പാലക്കാടിൻ്റെതായ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ 3 ഘടകങ്ങൾ പാലക്കാടൻ കാറ്റ് ആർക്കൊപ്പമാകും എന്നെങ്ങനെ വിലയിരുത്താനാകും രാജീവ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയാൽ ഈ എക്സ് ഫാക്ടറിനെ മുൻനിർത്തി? ശരത്ത്, അവിടെ ഈ പാലക്കാട് മണ്ഡലത്തിൽ 2 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മറക്കാൻ കഴിയില്ല. ഒന്ന് പാലക്കാട് മണ്ഡലവും അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിലും. അവിടെ ആ മലമ്പുഴ മണ്ഡലത്തിൽ 2ാമത് വന്ന കൃഷ്ണകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. BJPയുടെ സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് ഫലത്തെ നിർണ്ണയിക്കും. അതുപോലെ തന്നെ 2ാമത് ആരാണ് എന്നുള്ളത്, പിന്നെ ഇപ്പോൾ പല സർവേ ഫലങ്ങളിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 3ാമതാകുന്നു എന്നൊക്കെ വന്നു. ഈ സർവേ നടത്തുന്നവർ എവിടെ പോയി ആരെ കാണുന്നു? ഒരുപക്ഷെ പാലക്കാടെന്ന് കാണുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ, ഞാൻ ടൗൺ മണ്ഡലത്തിലാണ് പോയി കൂടുതൽ പേരെ കണ്ടിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും BJPക്ക് കൂടുതൽ വോട്ട് ശതമാനം കിട്ടുന്ന രീതിയിലായിരിക്കും സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ടാവുക. ഏതായാലും പാലക്കാട് BJPയുടെ വോട്ടുകളായിരിക്കും നിർണായകമാവുക. മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ 1,05,300 വോട്ട് MP രാജേഷിന് ഭൂരിപക്ഷം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല മത്സരിച്ചത്, MP വീരേന്ദ്രകുമാർ, ജനതാദളിൻ്റെ UDFലെ ജനതാദളിലെ MP വീരേന്ദ്രകുമാറാണ് മത്സരിച്ചത്. അതിനു മുൻപ് സതീശൻ പാച്ചേനി മത്സരിക്കുമ്പോൾ കഷ്ടിച്ച 1,500 വോട്ടിന് മാത്രമാണ് അവിടെ MP രാജേഷിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ VK ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് എത്രത്തോളം അധികം വോട്ടുകൾ പിടിക്കുന്നു, MP രാജേഷിന് എത്രത്തോളം വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. രാജീവ് നൽകിയ വിവരങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചാണ്. പാലക്കാട് നിന്ന് ഇനി നമ്മൾക്ക് പോകാനുള്ള മണ്ഡലം നിശ്ചയമായും അടുത്ത തൃശ്ശൂരാണ്. ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന മറ്റൊരു മണ്ഡലം സുരേഷ് ഗോപിയുടെ സാന്നിധ്യം. സുരേഷ് ഗോപി എത്തിയോടുകൂടി തൃശ്ശൂർ മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള ഒരു ആകെ ഒരു താരമണ്ഡലം എന്ന രീതിയിലേക്ക് നമുക്ക് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു CPIയുടെ ഏക സിറ്റിംഗ് സീറ്റാണ് രാജ്യത്തെ. 2014 അവരുടെ MP ആയ ജയദേവന് പിന്നീട് ഇത്തവണ അവർ സീറ്റ് കൊടുത്തില്ല. അതും 38,227 വോട്ട് നല്ല ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന ജയദേവനെ മാറ്റി നിർത്തിയാണ് ഇത്തവണ സ്ഥാനാർത്ഥികൾ വന്നിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ രാജാജി മാത്യു തോമസ്,
CPI നേതാവ്, ഒല്ലൂർ MLA ആയിരുന്നു. അതുപോലെ തൃശ്ശൂരിൽ അറിയപ്പെടുന്ന CPI നേതാവാണ് TN പ്രതാപൻ. ഇപ്പോൾ DCC പ്രസിഡന്റാണ്, മുൻ MLA ആണ്. തൊഴുതു നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് ഇപ്പോൾ തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഏറ്റവും അവസാനം തൃശ്ശൂരിൽ ചെന്നിറങ്ങി അവിടെ ഒരു വാർത്താതാരമായി നിൽക്കുക. തീർച്ചയായും ഓരോ ദിവസവും സുരേഷ് ഗോപിയുടെ ഒരു വാർത്ത ഉണ്ടാവും. എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഇരു സ്ഥാനാർത്ഥികളെയും ബാധിക്കുക എന്നത് എനിക്ക് തോന്നുന്നു എക്സ് ഫാക്ടർ ഉണ്ടാവില്ലേ? തീർച്ചയായും അത് ഉറപ്പായിട്ടും ഉണ്ടാവും. നോക്കാം. സുരേഷ് ഗോപി ഫാക്ടർ അതാണ് ആദ്യത്തെ ഘടകം. കാരണം സുരേഷ് ഗോപി ചെല്ലുന്നത് വരെ ഒരുപക്ഷെ UDFന് ഉറച്ച പ്രതീക്ഷ. അതുപോലെ ക്രൈസ്തവ വോട്ടുകൾ രാജാജി മാത്യു തോമസിന്റെ സ്ഥാനാർത്ഥം, അതുപോലെ തന്നെ രാജാജി, അതുപോലെ തീര വോട്ടുകൾ TN പ്രതാപനെ തീരപ്രദേശത്ത് പ്രളയം അടക്കമുള്ള വിഷയങ്ങൾ. കോൺഗ്രസിലെ മത്സ്യത്തൊഴിലാളി നേതാവ് കൂടിയാണ് TN പ്രതാപൻ. രാജീവ്, ഈ ഫാക്ടറുകൾ സുരേഷ് ഗോപി ചെന്നതിന് ശേഷം തൃശ്ശൂർ മണ്ഡലത്തെ അദ്ദേഹം ഇളക്കി മറിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ പെട്ടി പൊട്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിലെ വിജയിയെ തീരുമാനിക്കുമോ എന്നുള്ളതാണ് ഞാൻ ഒരുപക്ഷെ ഏറ്റവും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. അവിടെ TN പ്രതാപൻ വന്നതോടുകൂടി കോൺഗ്രസിന്, അല്ലെങ്കിൽ അവിടെ അദ്ദേഹം പലതവണ ആ നാട്ടിക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു കാര്യമാണ്. തീരദേശ വോട്ടുകളിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. പക്ഷേ കോൺഗ്രസിന് കിട്ടേണ്ട മുന്നോക്ക ഹിന്ദു വോട്ടുകൾ എത്രത്തോളം സുരേഷ് ഗോപി കൊണ്ടുപോകും എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും അവിടുത്തെ തൃശ്ശൂരത്തെ ഒരു ഫലം പുറത്തു വരിക. രാജാജി മാത്യു തോമസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒല്ലൂരിൽ MLA ആയിരുന്നു. CPIക്കകത്ത് അദ്ദേഹത്തിന് പൊതുവെ ഒരു സ്വീകാര്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം രാജാജി മാത്യു തോമസിനും അനുകൂലമായ ഘടകമാണ്. പക്ഷേ സുരേഷ് ഗോപി ആയിരിക്കും മിക്കവാറും അവിടുത്തെ വിജയിയെ തീരുമാനിക്കുക. ഏതായാലും തൃശ്ശൂരിൽ നിന്ന് ഇനി വരുന്നത് രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത തെക്കൻ കേരളത്തിലെ ഏറ്റവും ഹോട്ട് സീറ്റിലേക്കാണ്. ഒരു CPMന്റെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങളുടെ യഥാർത്ഥ പോരാട്ടം, അത് കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് കൊല്ലത്താണെന്നാണ്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാലിനെ രംഗത്തിറക്കിയുള്ള ഒരു അഭിമാന പോരാട്ടമാണ്. 2014 CPMനെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണ കുറെ കൂടി മണ്ഡലം മുഖ്യമന്ത്രിക്കും ചില കൃത്യമായ അഭിമാന പോരാട്ടം എന്ന് പറയേണ്ടി വരും അതിന്. ആ നിലയിൽ അങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് 2014 പ്രേമചന്ദ്രന്റെ വിജയമാണ്. അസാധ്യ ഭൂരിപക്ഷം LDFൽ നിന്ന് വളരെ പെട്ടെന്ന് UDFൽ എത്തുകയും അവിടെ സ്ഥാനാർത്ഥിയാവുകയും UDF സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതിനു ശേഷമാണ് 37,649 വോട്ട്. അതും MABB പരാജയം. ഒരുപക്ഷെ അന്ന് MABB ജയിച്ചിരുന്നെങ്കിൽ CPMന്റെ ലോക്സഭയിലെ കക്ഷി നേതാവാകുമായിരുന്നു. മാത്രമല്ല ജില്ലയിൽ ഉടനീളം ഇടത് CPM ആധിപത്യമുള്ളപ്പോഴാണ് MP ആയി പ്രേമേന്ദ്രന് ഈ നിലയിൽ തുടരാനായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പിടിക്കാനാകുമെന്ന ചോദ്യം ഉയരുമ്പോൾ ആ സ്ഥാനാർത്ഥികൾ വളരെ നിർണായകമായൊരു മണ്ഡലം KN ബാലഗോപാൽ. CPM ഇടതുമുന്നണിയുടെ പ്രതീക്ഷകളെ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടുന്നത് സ്ഥാനാർത്ഥി മികവിൽ ഒന്ന് ബാലഗോപാലിന്റെ സാന്നിധ്യം, ശക്തനായ എതിരാളി പ്രേമചന്ദ്രൻ. തീർച്ചയായും പാർലമെന്റിൽ ഈ രണ്ടുപേരും വളരെ കാലം പാർലമെന്റിൽ ഒരേ സമയത്ത് ഒരുപോലെ ഇരുന്ന രണ്ടുപേരായിരുന്നു KN ബാലഗോപാലും അതുപോലെ തന്നെ പ്രേമേന്ദ്രനും. രാജ്യസഭയിലും ലോക്സഭയിലും പ്രേമേന്ദ്രൻ ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ BJPയുടെ വോട്ട് കച്ചവടം എന്ന ആരോപണത്തെ ഏറ്റവും അധികം ചൂടുപിടിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ സാബുവിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. NDAയുടെ ദുർബല സ്ഥാനാർത്ഥി എന്ന വലിയ ആക്ഷേപം ഉന്നയിക്കുന്നു. അത് വലിയ ചർച്ചയായി ഇപ്പോഴും നിൽക്കുകയാണ്. ഈ നിലയിലുള്ള 3 സ്ഥാനാർത്ഥികൾ ഉയരുന്ന ഘടകങ്ങൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു തന്നെയാണ്. BJP വോട്ട് കച്ചവടം എന്നത് കൊല്ലത്തൊരു വലിയ ചർച്ചാ വിഷയമാണ്. സ്ഥാനാർത്ഥി മികവ് നിശ്ചയമായും ബാലഗോപാലും പ്രേമേന്ദ്രനും BJPക്ക് അകത്ത് തന്നെ വലിയ ചർച്ചയായിരിക്കുന്നു. BJPയുടെ വോട്ട് മുഴുവൻ എവിടേക്ക് പോകും, ന്യൂനപക്ഷ വോട്ടുകൾ സതീഷ് ആര് കൊണ്ടുപോകുമെന്ന ചോദ്യം, ഇരുപത് അടക്കമുള്ള മണ്ഡലങ്ങൾ, അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകും, അത് പ്രേമേന്ദ്രന് ഈ പ്രാവശ്യം കിട്ടുമോ എന്നതടക്കമുള്ള. രാജീവ്, ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പം എന്ന വലിയ ആലോചനയും കണക്കുകൂട്ടലും കൊല്ലത്ത് വളരെ കൂടുതലാണ്. ശരത്, അതൊക്കെ പല ഘടകങ്ങളായിട്ട് കൊല്ലം മണ്ഡലത്തിലെ വിജയിയെ തീരുമാനിക്കും. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ കൊല്ലം മണ്ഡലത്തിലെ പോരാട്ടം എത്രത്തോളം ശക്തമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ BJPക്കെതിരെ BJP വോട്ട് മറിക്കുന്നു എന്ന രീതിയിൽ BJPക്കുള്ളിൽ നിന്ന് തന്നെ ചില പ്രവർത്തകർ രംഗത്ത് വരികയും BJPയുടെ വോട്ട് പിടിക്കണം എന്നുള്ളത് ആവശ്യവുമായാണ് അവർ വരുന്നത്. അത് സ്വാഭാവികമായും UDFനെ പ്രതിരോധത്തിലാക്കി. ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി CPMനെതിരെ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി വരുന്നു. ഇതുതന്നെയാണ് കൊല്ലം മണ്ഡലത്തിലെ മത്സരത്തെ ഏറ്റവും ഒരു ശക്തമായ പോരാട്ടമാക്കി മാറ്റുന്നതിൻ്റെ ഉദാഹരണം. RSP മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ ഇത്ര ശക്തമായി വരണമെങ്കിൽ കൊല്ലത്തെ പോരാട്ടം അതിശക്തമാണ്, അല്ലെങ്കിൽ തീ പാറുന്ന പോരാട്ടമാണ് എന്ന് പറയാൻ ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം വേണ്ട.
രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചത് കൊല്ലത്തെക്കുറിച്ചാണ്. കൊല്ലത്തെ പോരാട്ടം രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു വലിയ കൃത്യമായ ഉരകലാണ്. എവിടേക്കാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചായ്വ്? കേരളം ബൂത്തിലേക്ക് എന്ന പരിപാടി ആരംഭിക്കുമ്പോൾ സൂചിപ്പിച്ച അതേ വാചകത്തിലേക്ക് മടങ്ങി വരികയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചായ്വറിയാൻ നിർണ്ണയിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആ വലിയ ദൗത്യത്തിലേക്ക് കേരളം പോകുമ്പോൾ ആ വലിയ ദൗത്യത്തെയാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി 10 മണ്ഡലങ്ങളിലൂടെ പരിചയപ്പെടുത്തിയത്. അവശേഷിക്കുന്ന 10 മണ്ഡലങ്ങൾ നാളെ ഇതേ സമയം കേരളം ബൂത്തിലേക്ക് എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കും. എനിക്കൊപ്പം ഉണ്ടായിരുന്നത് ജെ സതീഷ് കുമാറും രാജീവ് ദേവരാജും. നമസ്കാരം.